ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ റമളാനായിട്ട് എല്ലാവരും അതിൻ്റെ തിരക്കിലായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്കും കുറേ ദിവസം വീഡിയോസ് എടുക്കാനും ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ റമളാൻ 5 വിശേഷങ്ങളാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഇന്നലത്തെ നോമ്പ് തുറൻ്റെ വിശേഷങ്ങളും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ സാധാരണ ടൈമിലും വീഡിയോസൊക്കെ എടുക്കുന്നത് ഈ ശനിയാഴ്ച ഞായറാഴ്ച ആയിരിക്കും. പിന്നെ നമ്മൾ വർക്കിംഗ് ഡേയ്സിലൊന്നും ഇതിനൊന്നും സമയം കിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ ശനിയാഴ്ച ആവട്ടെ അപ്പോൾ നമ്മൾ നോമ്പ് തുറ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. നമ്മളിവിടെ ഡെയിലി എണ്ണക്കടി ഉണ്ടാക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ദിവസം ശനിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് സമയം കിട്ടിയതുകൊണ്ട് മാത്രം ഞാൻ സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബാക്കി ഈ കഴിഞ്ഞ നോമ്പിനൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നാമത് നമുക്ക് സമയം അത്രയ്ക്ക് കിട്ടാറില്ല. പിന്നെ 5 മണിക്ക് ജോലി കഴിഞ്ഞ് നമുക്ക് ഏകദേശം 1 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ വേഗം എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാറ്. നമ്മൾ സ്ഥിരമായിട്ട് ഡെയിലി ഉണ്ടാക്കുന്ന സാധനം ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കും, എല്ലാ ഫ്രൂട്ട്സും കൂടെ മിക്സ് ചെയ്തിട്ട്. അല്ലെങ്കിൽ പിന്നെ വെറുതെ ഫ്രൂട്ട്സ് മുറിച്ച് വെച്ചിട്ട് വെറുതെ വേസ്റ്റായി പോകും. അപ്പോൾ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ വേസ്റ്റ് ആവില്ല കേട്ടോ. പിന്നെ ഒരു ലൈം ജ്യൂസും പിന്നെ വേറൊരു ജ്യൂസും കൂടി ഉണ്ടാക്കും. അത് എന്താണോ ഫ്രൂട്ട്സ് ഉള്ളത് അതിനനുസരിച്ച് ഉണ്ടാക്കും. പിന്നെ എൻ്റെ മദറിനെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് ഇഷ്ടം ഇഡ്ഡലിയാണ്. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെങ്കിലും ഉമ്മാക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്ക് നമ്മൾ സാമ്പാർ ഉണ്ടാക്കാറുണ്ട് ഡെയിലി. പിന്നെ ഇക്കാക്ക് ഇഡ്ഡലി തീരെ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഇക്കാക്ക് വേറെ എന്തെങ്കിലും ഇപ്പോൾ പുട്ടോ നൂൽപുട്ടോ അല്ലെങ്കിൽ ദോശ കഴിക്കും, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇക്കാക്ക് സാമ്പാർ തീരെ ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ നോൺ വെജ് എന്തെങ്കിലും കറിയും ഉണ്ടാക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ ഞാൻ ശനിയാഴ്ച ആയപ്പോൾ വിചാരിച്ചു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. പിന്നെ ഉമ്മാക്ക് ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എണ്ണക്കടി സാധാരണ ഉണ്ടാക്കാത്തതാണ്. അപ്പോൾ ഇന്ന് സമയമുള്ളതുകൊണ്ട് സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ. അപ്പോൾ എനിക്കും ഇക്കാക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു ബിരിയാണിയാണിത്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കലുണ്ട്. കുറച്ച് പണി അധികമാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പൂതി വരുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ റൈസും വേവിച്ച് വെച്ചു. ഇനിയിപ്പോൾ ദമ്മിടൽ പരിപാടികളാണ്. ഒരുപാട് ക്ലിപ്സൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് അവിടെ ഇവിടെയൊക്കെയായിട്ട് ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. അതൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാട്ടിലൊക്കെ ഭയങ്കര ചൂടാണെന്ന് കേൾക്കുന്നുണ്ട്. ഇവിടെ ബാംഗ്ലൂർ അത്രയ്ക്ക് ചൂടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ വർക്കിംഗ് ഡേയ്സിൽ റമളാനിൽ എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു വീഡിയോ വെക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അത് അങ്ങനൊരു വീഡിയോ ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം 1 മണിക്കൂറിലാണ് വർക്കിംഗ് ഡേയ്സിൽ നമ്മൾ എല്ലാ പണിയും തീർക്കാറ് കേട്ടോ. അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവർ പറഞ്ഞാൽ മതി കമൻറ്റ് ബോക്സിൽ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ജ്യൂസായിട്ട് ഉണ്ടാക്കിയത് മിൻറ്റ് ലൈമും പിന്നെ വാട്ടർ മെലൺ ജ്യൂസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഇടയിൽ സമൂസൻ്റെ പരിപാടികളും എല്ലാം നോക്കിയിട്ടുണ്ട്. കിച്ചൺ കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരുപാട് പാത്രങ്ങൾ എടുത്തിട്ടിട്ടുണ്ട്. പെട്ടെന്ന് പണി തീർക്കാനായിട്ട് നമ്മൾ ചിലപ്പോൾ കുറച്ചധികം പാത്രങ്ങൾ ഇതുപോലെ വലിച്ചിടേണ്ടി വരും. അപ്പോൾ ഈ പാത്രം കഴുകലും ക്ലീനിങ്ങുമാണ് ശരിക്കും കുക്കിങ്ങിനേക്കാളും ഏറ്റവും നല്ല പണി കേട്ടോ. അപ്പോൾ ഞാൻ ആ ക്യാപ്പിൽ ഫ്രൂട്ട്സൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ മാങ്ങ, ആപ്പിള്, പഴം, അനാറ്, ബദാം, കാഷ്യൂ, ഡേറ്റ്സ് ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ മിൻറ്റ് ലൈമാണ് ഉണ്ടാക്കിയത്. പിന്നെ ഒരു വാട്ടർ മെലൺ ജ്യൂസും ഉണ്ടാക്കി. ഒറ്റയടിക്ക് എല്ലാ പണിയും തീർക്കാമെന്നുള്ള രീതിയിൽ ഞാൻ ചായയും കൂടെ വെച്ചു. അപ്പോൾ എന്തായാലും നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് ഇക്കാക്ക് ചായ വേണം. അപ്പോൾ ചായയും കൂടി അതിൻ്റെ കൂടെ തന്നെ വെച്ചു കേട്ടോ.
അപ്പോൾ ഈ ഒരു കെറ്റിലിൻ്റെ കപ്പാസിറ്റി കുറച്ച് പേരൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം ഈ 2 ഗ്ലാസ് ആണ് കൊള്ളുള്ളൂ കേട്ടോ, അതായത് ഒരു ഏകദേശം 400 ml കൊള്ളുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ്. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് സമൂസ. നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലെ കുറേ പ്രാവശ്യം കറണ്ട് പോയിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കുട്ടി നോമ്പ് തുറക്കൽ കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ ഇവിടെ ഒരാൾ നോമ്പ് തുറക്കുന്നുണ്ട്. അപ്പോൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കുളിക്കാൻ പോയി കേട്ടോ. അൽഹംദുലില്ലാ, അങ്ങനെ റമളാനിലെ 5 നോമ്പ് പൂർത്തിയായിട്ടുണ്ട്. ഇത് മോള് നിസ്കരിക്കുമ്പോൾ ഞാനൊരു വീഡിയോ എടുത്താണ് കേട്ടോ. ഈ ഒരു റമളാനിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തുകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ റമളാനിന് പറ്റുന്നത്ര ഖുർആൻ ഓതണം എന്നുള്ളത് ഒരാഗ്രഹമാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ അത്താഴത്തിനായിട്ട് നമ്മൾ ചോറും മഷ്റൂമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ സാമ്പാർ ഞാൻ മുന്നേ ഉണ്ടാക്കിയത് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മഷ്റൂമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ മഷ്റൂം ഒക്കെ ഉണ്ടാക്കുന്നതിൽ എക്സ്പേർട്ട് എൻ്റെ ഉമ്മയാണ്. അപ്പോൾ ഉമ്മയാണ് കേട്ടോ അത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ അത് അരിയുന്ന സമയത്ത് ഞാൻ വേഗം ഉള്ളിയൊക്കെ വഴറ്റിയെടുത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ മഷ്റൂം ഉപ്പേരി. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞു നോമ്പ് തുറക്കൽ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.